കോഴിക്കോട് ഫറോക്കിൽ ഭർത്താവിന്റെ വീടിന്റെ വരാന്തയിൽ യുവതിയും മകനും അന്തി ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇവരെ വീട്ടിൽ കയറ്റാതെ ഭർത്താവും കുടുംബവും വീട് പൂട്ടിപ്പോയെന്നാണ് പരാതി. ചേളാരി സ്വദേശിനി ഹസീനയ്ക്കാണ് ഈ ദുരനുഭവമുള്ളത്. നിയമവിരുദ്ധമായി ബന്ധം വേർപ്പെടുത്തിയ ഭർത്താവ് തന്റെ സ്വർണം പിടിച്ചു വെച്ചതായും ഹസീന പറയുന്നു. വിഷയത്തിൽ സാമൂഹ്യ പ്രവർത്തക VP സുഹ്റ ഇടപെട്ടു. ചേളാരി സ്വദേശി ഹസീനയും പരുത്തിപ്പാറ സ്വദേശി മുഹമ്മദ് ഫാസിലും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു. ഭർത്താവ് നിയമവിരുദ്ധമായി ബന്ധം വേർപ്പെടുത്തിയെന്നാണ് ഹസീനയുടെ ആരോപണം. ഇതിനിടെ യുവതി നടത്തിയ നിയമ പോരാട്ടത്തിൽ ഹസീനയ്ക്കും മകനും ഭർത്താവ് സംരക്ഷണം ഒരുക്കണമെന്ന് തിരൂർ കോടതി ഉത്തരവിട്ടു. എന്നാൽ ഭർത്തൃവീട്ടിലെത്തിയപ്പോൾ പുറത്താക്കുകയായിരുന്നു എന്നാണ് പരാതി. 9 വയസ്സുള്ള മകനുമായി യുവതി ഒരാഴ്ചയായി താമസിക്കുന്നത് ഈ വീട്ടുവരാന്തയിലാണ്. തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 40 പവൻ സ്വർണം തിരികെ നൽകണമെന്നാണ് ഹസീനയുടെ ആവശ്യം. എന്റെ ആങ്ങളാർക്ക് ഭക്ഷണം വരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തയ്യാറാകണില്ല. എന്താ വെച്ചാൽ റോട്ടുമെന്ന് തടയാണ്, അവർക്കും വരാൻ വയ്യ. കുട്ടിയാണെങ്കിൽ തണുപ്പടിച്ചിട്ടും വയ്യാതാവുകയാണ്. ഇതൊന്നുമില്ല, അവരെടുത്തതും തരുന്നില്ല, ജീവിതവും തരുന്നില്ല. സാമൂഹ്യ പ്രവർത്തക VP സുഹ്റ ഹസീനയ്ക്ക് പിന്തുണയുമായി എത്തി. ഹസീനയ്ക്കും മകനും കുടിവെള്ളം പോലും നിഷേധിച്ചതായി സുഹ്റ പറഞ്ഞു. ഒരു പെൺകുട്ടി അവരുടെ യൗവനവും ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും എല്ലാം കവർന്നെടുത്ത് കറിയിലെ കരിവേപ്പില പോലെ വലിച്ചെറിയുന്ന കുടിവെള്ളത്തിന് കിണറിന്ന് വെള്ളം മുക്കുന്നത് വരും ഒഴിവാക്കാന്ന് പറഞ്ഞാൽ അതെന്ത് ക്രൂരതയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാലോ ഇവരുടെയൊക്കെ മനസ്സെന്താന്നുള്ളേ. 2 ദിവസം കൂടി കാത്തിരിക്കാനാണ് ഹസീനയുടെ തീരുമാനം. അനുകൂലമായ സാഹചര്യമില്ലെങ്കിൽ കൂടുതൽ നടപടികൾക്ക് ഒരുങ്ങുകയാണിവർ. മീഡിയ 1 കോഴിക്കോട്.